നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം സാമുദായിക നേതാവാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിപ്പോൾ UDF-ലായാലും LDF-ലായാലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ വ്യക്തമാണ്. ഈ ജയിച്ചതിന് ശേഷം അടക്കം രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ പോയി കാണുന്നു, ബിന്ദു കൃഷ്ണ മന്ത്രി പോയി കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ UDF-ലായാലും വെള്ളാപ്പള്ളി കൃത്യമായ സ്വാധീനമുണ്ട്. നേരെ മറിച്ച് LDF-ലോട്ട് വരുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കാറ് കയറ്റി കൊണ്ടുപോയ ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ ഈ സാമുദായിക നേതാക്കന്മാരിൽ വെള്ളാപ്പള്ളി മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മകനെ NDA-യിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് NDA-ലോ അപ്പം കൃത്യമായിട്ട് അദ്ദേഹം എപ്പോഴും സേഫ് സോണിലായിരുന്നു. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണം മാറി. എക്കാലത്തും പിണറായി വിജയൻ്റെ സന്തത സഹചാരി, വിശ്വസ്തൻ, അല്ലെങ്കിൽ കൂടെ കൂട്ടുന്ന ഒരു വോട്ട് ബാങ്ക് ഈഴവ സമുദായത്തിന് ഏകദേശം 40 ലക്ഷം വോട്ട് കയ്യിലുള്ള ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. അപ്പം അത്തരത്തിൽ ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ മൈക്രോ ഫിനാൻസ് കേസ് ഇപ്പം UDF സർക്കാർ വരുമ്പം അതിവേഗം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം സത്യസന്ധമായ കേസ് നടക്കുന്നുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജയിച്ചതിന് ശേഷം വെള്ളാപ്പള്ളിയെ പോയി കണ്ടിട്ടുണ്ട്. അപ്പം വെള്ളാപ്പള്ളിക്കെതിരെ നടപടി ഉണ്ടാവുമോ എന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനെങ്ങനെ മറുപടി പറയുന്നുള്ളത്. പക്ഷേ അതേ വെള്ളാപ്പള്ളിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഓരോ യൂണിയനുകളും അദ്ദേഹം കൃത്യമായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തെ സാമ്പത്തിക ഇടപാട് നടത്തേണ്ട വകുപ്പിൽ ഇന്ന ആളെ കൊണ്ടുവരണം എന്നുള്ളതും അദ്ദേഹത്തിന് മാത്രമേ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ. അപ്പം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? എന്തായിരിക്കും UDF-ന്റെ നിലപാട്? വെള്ളാപ്പള്ളി അകത്ത് പോവുമോ? ഇനി പോയാൽ തന്നെ UDF എന്ത് നിലപാടെടുക്കും? ഇതിനെ CPM എങ്ങനെ പ്രതിരോധിക്കും? അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വർഗീയ വിഷയത്തിനെതിരെ കൂടിയുള്ള ഒരു വിധിയെഴുത്താണ് ഇത്തവണ UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ വഴി സാമുദായിക ധ്രുവീകരണം ഉണ്ടാവുകയും ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഒന്നിച്ച് UDF-ലേക്ക് പോവുകയും ചെയ്തു. മാത്രമല്ല സാധാരണ CPM സാധാരണ SNDP പ്രവർത്തകർ പോലും വെള്ളാപ്പള്ളിയെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് UDF-ന് വോട്ട് ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴയിലെ 9 സീറ്റിൽ 6 സീറ്റും UDF-ആണ് നേടിയത്. അതും വൻ ഭൂരിപക്ഷത്തിനാണ്. കൊല്ലമാണ് SNDPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലം. അവിടെ 11 സീറ്റിൽ 8 സീറ്റ് UDF-ആണ് നേടിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ല ആണ് പിന്നീട് ഈഴവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ 7 സീറ്റ് UDF നേടി 14 സീറ്റിൽ. പത്തനംതിട്ട ജില്ലയിലാകട്ടെ 5 സീറ്റിൽ 4 സീറ്റ് നേടി. ഇടുക്കിയിലാകട്ടെ 5 സീറ്റിൽ 5 സീറ്റ് നേടി. എറണാകുളമാണ് പിന്നെ അവർക്ക് ഏറ്റവും ശക്തി ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടെ 14 UDF-ആണ് നേടിയിട്ടുള്ളത്. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ ഒരു ഘടകമേ അല്ല. UDF-നെതിരെ പ്രവർത്തിച്ചപ്പോൾ ആ ജനങ്ങൾ വെള്ളാപ്പള്ളിയെ എന്ന് പറയുന്ന വെറും വാചകടി കൊണ്ട് SNDPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി കഴിഞ്ഞുകൂടുന്ന വെറും തട്ടിപ്പുകാരനായ ഈഴവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വെള്ളാപ്പള്ളിയും VD സതീശനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമുക്കറിയാം. VD സതീശനെ ബഫൂൺ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പരിഹസിച്ച്. മാത്രമല്ല 100-ൽ പരം വോട്ട് നേടുകയാണെങ്കിൽ അദ്ദേഹം സംസ്ഥാന SNDP സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാൾ രാജിവെച്ചു ഇല്ല. അയാൾ വെറും ബഫൂണും മാത്രമല്ല അയാൾ വാചകടിച്ച് ഇതാവുന്നു എന്നൊരു ക്രിമിനലാണ് അയാൾ. അദ്ദേഹം ക്രിമിനൽ എന്ന് പറഞ്ഞാൽ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നൊരു സംഭവം പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് സാധാരണ പാവപ്പെട്ട ഈഴവർക്ക് വേണ്ടി കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏർപ്പാട് ചെയ്തിരുന്നത്. എന്നാൽ അത് വൻ പലിശയ്ക്ക് കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുകയും ഏകദേശം 5000-ഓളം വീടുകളും സ്ഥലങ്ങളും ആളുകളുടെ ജപ്തി ചെയ്യാനുള്ള ഓർഡർ ആയിരിക്കുകയാണ്. ഇതിൽ നടന്ന തട്ടിപ്പുകൾ ഏകദേശം 186-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും CPM നേതാവായ VS അച്യുതാനന്ദനാണ് ഹൈക്കോടതിയിൽ ഇത് ഹർജി കൊടുക്കുന്നത്. എന്നാൽ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും തമ്മിലുള്ള അടുത്ത ബന്ധം കാരണം ആ കേസെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ കേസ് ഇപ്പോഴും നിലവിലുള്ളതാണ്. ഹൈക്കോടതി അവസാനം പറഞ്ഞിരിക്കുന്ന വാണിംഗ് എന്താണ്? ആ കേസ് അടിയന്തരമായി തീർക്കണമെന്നുള്ളതാണ്. ഇതിലെല്ലാം തന്നെ വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് പ്രതികളായിട്ട്. 3-ാം പ്രതി തുഷാർ വെള്ളാപ്പള്ളി, 1-ാം പ്രതി വെള്ളാപ്പള്ളി നടേശൻ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. KK മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ, അതായത് കണിച്ചുകുളങ്ങര SNDPയുടെ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു KK മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി ഈ മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ വെള്ളാപ്പള്ളിയും അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും നടത്തിയിട്ടുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക മാത്രമല്ല ആ ആത്മഹത്യക്ക് ഉത്തരവാദി ഇവർ 2 പേരുമാണെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മരണക്കുറിപ്പാണ് ആത്മഹത്യക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ. ആ മരണക്കുറിപ്പ് പ്രകാരം കൃത്യമായിട്ട് ആരകത്ത് പോകേണ്ടതാണ്,
വെള്ളാപ്പള്ളിയും അതേപോലെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും അകത്ത് പോകേണ്ടതാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ് സത്യത്തിൽ. മരണമൊഴിയായിട്ടാണ് എടുക്കുന്നത് ആത്മഹത്യക്കുറിപ്പ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇതിലൊക്കെ തന്നെ പിണറായി വിജയനാണ് ഇത്രയും കാലം സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം രമേശ് ചെന്നിത്തല ഈ അടുത്ത കാലത്ത് ലിജു അതേപോലെ ഒരു അടുത്ത കാലത്ത് കേരള കമ്മിറ്റിയുടെ ഒരു മീറ്റിങ്ങിൽ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ബഹിഷ്കരിച്ചു. അതെന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശനും അതേപോലെ മകനുമെല്ലാം വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ രമേശ് ചെന്നിത്തലയും അതേപോലെ ലിജുവും പങ്കെടുത്താൽ തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അവർ അതൊന്ന് ഒഴിഞ്ഞു മാറിയത്. എന്നാൽ ബിന്ദു കൃഷ്ണ പോയി ഇവരെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നത് പാർട്ടിയിൽ ജനങ്ങളിടയിലും ബിന്ദു കൃഷ്ണയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന പേരും നിലയും വിലയൊക്കെ ഇല്ലാതാക്കി എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും വി ഡി സതീശനെ വെല്ലുവിളിച്ച് 100 സീറ്റിൽ മേലെ കിട്ടില്ല, വനവാസത്തിന് പോകേണ്ടി വരും വി ഡി സതീശൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പം ബിന്ദു കൃഷ്ണ അത്തരം കാര്യങ്ങൾക്ക് പോയത് ബിന്ദു കൃഷ്ണയുടെ ഇമേജ് തകർത്തു, കോൺഗ്രസിൻ്റെ ഇമേജ് തകർത്തു എന്നല്ലാതെ വേറൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും നിർബന്ധമായിട്ടും ജയിലിനകത്താകും അവസാനം. ഇപ്പോൾ 90 വയസ്സെന്തോ ആയി. ആ വയസ്സായ ആൾ അവസാനം ഇപ്പോഴും വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അകത്ത് പോകാനും നിവൃത്തിയുള്ളൂ. കാരണം അത്രയും സുവ്യക്തമായ കൃത്യമായ രേഖകളുള്ള കേസുകളാണ് ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. ഹൈക്കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. ഹൈക്കോടതി വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്റിന്, നടപടി എടുത്തേ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് വി എം സുധീരൻ കൃത്യമായിട്ട് കത്ത് കൊടുത്തിരിക്കുന്നത്. വി എം സുധീരൻ കൊടുത്ത കത്തിൽ കെ മഹേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ നടപടി വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ലംഘിക്കാൻ എന്തായാലും രമേശ് ചെന്നിത്തല തയ്യാറാവില്ല. അപ്പം എല്ലാ തരത്തിലും വലിയ ഊരാക്കുടുക്കിലേക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് CPM നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുമ്പ് സംസാരിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാര്യം പറഞ്ഞത് ഈ വിഷയം പറഞ്ഞായിരുന്നു, വെള്ളാപ്പള്ളിയെ കാരിക്കേറ്റ് ചെയ്ത്. അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി വർഗീയ വിഷം തുപ്പിയിട്ടില്ല, അത് മാധ്യമങ്ങൾ തെറ്റായ വ്യാഖ്യാനം നടത്തിയതാണ്. അദ്ദേഹം പറഞ്ഞത് ആ ഒരു സന്ദർഭത്തിലൂടെയല്ല, മൊത്തം മുസ്ലിങ്ങളെ അവഹേളിച്ച് നിൽക്കുന്ന രീതിയിലല്ല പറഞ്ഞത്, അത് മാധ്യമങ്ങളും മറ്റ് ആൾക്കാരും വളച്ചൊടിച്ചുണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിൽ പാർട്ടി പോലും പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്നുള്ളത്. പക്ഷെ ഇത് വേറെ തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് എന്തായാലും അടുത്തതിന് വന്ന് ഹാജരായില്ലെങ്കിൽ അകത്താകും. അകത്തായി കഴിഞ്ഞാൽ അടുത്ത അകത്താവുന്ന ആരാണ്? പിണറായി വിജയനാണ്. മാത്രമല്ല മകൻ്റെ ബാങ്കിലാണ്, അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് പണ ഇടപാടുകൾ നടന്നത് എന്നുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വിധത്തിൽ ആ കുടുംബം തന്നെ ജയിലിലേക്ക് പോകുന്നൊരവസ്ഥയാണുള്ളത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഇത്രയും കാലം പിണറായി വിജയൻ കൂട്ടിയിരിക്കുന്നത് എന്തിനാണ്? BJPയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ BJP വളരാൻ വേണ്ടി ആവശ്യമായ രൂപത്തിൽ വർഗീയ സാമുദായിക ചേരിതിരിവുകൾ ഉണ്ടാക്കണം, അതിന് വർഗീയ വിഷം തുപ്പണം. അദ്ദേഹം മലപ്പുറത്ത് പോയി നിലമ്പൂരിൽ SNDP യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞ എന്താണ്? മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്കൂളുകളൊക്കെ അനുവദിക്കുന്നുള്ളൂ, SNDPക്ക് അനുവദിക്കുന്നില്ല. ഇത് 10 വർഷമായിട്ട് പിണറായി വിജയൻ ഭരിക്കുന്ന ആ ഭരണത്തിലാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. പിണറായി വിജയനല്ലേ ഉത്തരവാദി. അപ്പോൾ അവിടേക്ക് വർഗീയ വിഷം തുപ്പിയും കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എല്ലാ തരത്തിലും. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ LDFിൽ നിന്ന് അകറ്റുകയും അങ്ങനെ UDFന് അനുകൂലമാക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? അതോടൊപ്പം SNDPയിൽപ്പെട്ട ഈഴവരുടെ വോട്ട് ഹിന്ദുക്കളുടെ ഭാഗത്തിലേക്ക് കൊണ്ടുപോവുക, BJPക്ക് അനുകൂലമായി ഉണ്ടാക്കിയെടുക്കുക, ആഗോള സംഗമം നടത്തി അതിൽ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവരിക, എന്നിട്ട് അതുവഴിക്ക് ഇവിടെ BJPയും CPM തമ്മിലുള്ള അകലം കുറയ്ക്കുക. ഇതൊക്കെയായിരുന്നു പിണറായി വിജയൻ്റെ പരിപാടി. അത് അമിത്ഷാ പറഞ്ഞ പ്രകാരമാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ അത്രയും ശക്തവും വ്യക്തവുമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ ഏത് വേഷവും കിട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പിണറായി വിജയൻ ഇത്രയും കാലം കൊണ്ടു നടന്ന വെള്ളാപ്പള്ളിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചിട്ടുള്ള ആൾ പിണറായി വിജയനാണ്. ഇപ്പം പിണറായി വിജയൻ ഇപ്പം ഒറ്റയടിക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളി വഴി, തുഷാർ വെള്ളാപ്പള്ളി വഴി അമിത്ഷായും BJPയും സ്വാധീനിക്കാനുള്ള വഴിയുണ്ട് പിണറായി വിജയന്. അപ്പോൾ ആ കേസുകളെല്ലാം ആവുമ്പോൾ വെള്ളാപ്പള്ളിയെ കൂടെ നിന്ന് നിർത്തിയേ പറ്റുള്ളൂ പിണറായി വിജയന്. പാർട്ടി തള്ളി പറഞ്ഞാലും പിണറായി വിജയനെ ഇപ്പം തള്ളി പറയാൻ പറ്റില്ല. കാരണം പിണറായി വിജയനല്ലേ തെറ്റ് ചെയ്തത്. അപ്പം പിണറായി വിജയനെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിയെ ഇപ്പോൾ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത്.